ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഇനി കുട്ടികൾ എത്ര കുത്തി മറിഞ്ഞാലും ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കാനുള്ളൊരു അടിപൊളി ട്രിക്ക് കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത്, ഞാനിതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മൂടിയുടെ ഭാഗം വരുന്ന ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി തുടച്ചെടുക്കണം കേട്ടോ. അതൊന്ന് നീറ്റായിട്ട് കയ്യിലൊന്നും തട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ മുറിച്ചെടുക്കാം. ഇത് വെച്ചിട്ടുള്ളൊരു വലിയ യൂസാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിൻ്റെ മൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബോട്ടിലേക്ക് ജീരകം, കടുക് ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് നമ്മൾ കവറിൽ നിന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ആ ഒരു കുപ്പിയുടെ മുകളിൽ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഈ മുറിച്ചെടുത്ത ഭാഗം വെച്ചിട്ട് അതിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തെറിച്ചു പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് തെന്നിപ്പോവും അല്ലേ. അപ്പോൾ ഇതൊരു ഫണൽ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ എന്തായാലും കവറിൽ നിന്ന് നേരിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചെങ്കിലും പുറത്തു പോകും. അപ്പോൾ പുറത്തൊന്നും പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിൽ ഇതുപോലുള്ള സാധനങ്ങൾ നിറക്കാൻ പറ്റും. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിട്ട് വലിയ ബക്കറ്റിലൊക്കെ ആണെങ്കിലും ഇട്ട് വെക്കുക, അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിൽ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ തവി വെച്ചിട്ട് ഇടുമ്പോഴും ഇത് ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ചെറിയ ബോട്ടിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് കഴുകി തുടച്ച് എടുത്ത് വെച്ചാൽ മതി. വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടികൾക്ക് വേണ്ടിയിട്ടൊന്നും, ജീരകം, കടുക് അതിനൊക്കെ വേണ്ടിയിട്ട് വേറൊന്നും അങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോട്ടിലിൽ കടുകും ജീരകവും പൊടികളും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്നും ചിപ്സുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി, ഇതിപ്പോൾ ലേസാണ് കേട്ടോ, അതുപോലെ തന്നെ കായ ചിപ്സ്, പൂള ചിപ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി കവറിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തണുത്തു പോകും. അതായത് പുറത്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ആ കവറിൽ നിന്ന് എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കാറ്റ് കയറിയിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ ഇല്ലാതാവും. ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് കുറേ ദിവസം, അതായത് ബേക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു കവറിനെ നല്ലപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നല്ലൊരു കവറിനുള്ളിലേക്ക് വെച്ചിട്ട് നല്ലപോലെ കെട്ടി കൊടുക്കുക, എയറൊന്നും കിടക്കാത്ത രീതിയിൽ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റും കേട്ടോ. ബേക്കറി സാധനങ്ങൾ ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ലപോലെ ടൈറ്റാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ വെക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പിൽ പറയുന്നത്, നമ്മൾ പുതിയ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവും. അപ്പോൾ ചിലർ ഈ കവർ എടുത്തു കഴിഞ്ഞാൽ ഇതിലിനി കറയൊക്കെ വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കവർ എടുക്കാതെ തന്നെ പലരും കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ചെറുതാക്കിയിട്ടൊക്കെ വെജിറ്റബിൾസ് അരിയുന്ന സമയത്ത് ഇതിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഷീറ്റും കൂടെ കട്ടായിട്ട് നമ്മൾ പച്ചക്കറികൾ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ പീസസും കൂടെ പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് കറ പിടിക്കുന്നത് പേടിയാണെങ്കിൽ കറ പിടിക്കാതിരിക്കാനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാ പുതിയ കട്ടിംഗ് ബോർഡ് ആവുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി വെക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ പുരട്ടി വെക്കുക. 2 സൈഡിലും നല്ല രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ടിംഗ് ബോർഡ് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് പൂപ്പലൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഇനി കുറച്ച് ദിവസം എടുക്കാതെ വെക്കുകയാണെങ്കിലും അതിൽ പൂപ്പലൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ കറകളൊന്നും പെട്ടെന്ന് പിടിക്കില്ല കേട്ടോ. ചില വെജിറ്റബിൾസിനൊക്കെ നല്ല കറയാണല്ലോ, അപ്പോൾ കറയൊന്നും പിടിക്കില്ല. പിന്നെ ഞാനിതാ കത്രിക വെച്ചിട്ട് മത്തി ക്ലീൻ ചെയ്തെടുക്കുന്നതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ആദ്യം കത്രിക കൊണ്ട് തന്നെ അതിൻ്റെ 2 സൈഡിലുള്ള ചെതുമ്പൽ കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അടിയിലുള്ള വാലും സൈഡിലുള്ള ഒരു ചിറകും പിന്നെ അതിൻ്റെ തലഭാഗവും കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് കല്ലുപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന്
ഇതുപോലെ ഒന്ന് നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഒരു ഉളുമ്പുമണമൊക്കെ മാറി കിട്ടുള്ളൂ. ഇങ്ങനെ നല്ലപോലെ കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഇടാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ മൺപാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നവരെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. കുറച്ച് കൂടുതൽ സമയം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴുകിയെടുക്കുക കേട്ടോ. മീനിലേക്ക് എപ്പോഴും ടാപ്പിൽ നിന്ന് വെള്ളം നേരിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചില ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ടാപ്പിൽ നിന്ന് അതിലേക്ക് എടുക്കാൻ പാടില്ല. ഞാനിതാ ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത് വരെ, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിങ്കിൽ കഴുകിയെടുക്കുന്നത് ഞങ്ങൾക്ക് പുറത്ത് അതിന് സൗകര്യം ഇല്ല, പുതിയ വീടാണ്. അപ്പം പുറത്ത് നമ്മൾ കൊട്ടത്തളൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സിങ്കിലുള്ള ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പ് അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് അത് കുറച്ച് ചേർത്തിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ സിങ്ക് കഴുകുകയാണെങ്കിൽ അതിലുള്ള ഒരു മീനിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. ആദ്യം ഈ ഒരു കത്രികയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ സിങ്കും കഴുകുന്നത്. ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എത്ര സോപ്പ് വെച്ചിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം ഞാൻ ഈ മിക്സ് വെച്ചിട്ട് ഈ പാത്രങ്ങളും കത്രികയും കത്തിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ അതിന് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. വിനാഗിരി ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് സോപ്പ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് തവണ കഴുകിയാലും ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കിച്ചൺ സിങ്ക് ഞാൻ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകുന്നത്. വിനാഗിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും കിച്ചൺ സിങ്ക് ആണെങ്കിലും നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ കിട്ടും കേട്ടോ, നല്ലൊരു തിളക്കം കൂടെ കിട്ടും. ആ ഒരു മിക്സ് വെച്ചിട്ട് ഞാനിതാ കിച്ചൺ സിങ്ക് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിങ്കും ഇതാ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ മീൻ മുറിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാം. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതിയെന്ന് മാത്രം. അപ്പോൾ ഒട്ടും സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു ടിപ്പൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ നമ്മുടെ സിങ്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര ക്ലീൻ ചെയ്തെടുത്താലും അതിൻ്റെ ചുറ്റിലും വെള്ളം ഉണ്ടെങ്കിൽ അത് തുടച്ചെടുക്കും കൂടെ ചെയ്താലാണ് കേട്ടോ ഒരു നീറ്റായിട്ടുള്ളൊരു നല്ലൊരു ഫിനിഷിങ് നമുക്ക് ആ കഴുകിയെടുത്തു എന്ന് നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഞാനിതാ കയ്യിലെ മീനിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരുപാട് ടിപ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടും പിന്നെ കറിവേപ്പില വെച്ചിട്ട് ഞെരടുന്നതും വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടെ നല്ലതായിട്ട്, പെട്ടെന്ന് ആ ഒരു മീനിൻ്റെ സ്മെല്ല് പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ടിപ്പ്, അതായത് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എത്ര വിരിച്ചിട്ടാലും കുട്ടികളൊന്ന് കയറി മറിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വൃത്തികേടായി ഇതുപോലെ ആവില്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് വിരിക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. നിങ്ങൾ വേറെ എവിടെ ഈ ഒരു ട്രിക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ പുതിയ വീടാണ് കേട്ടോ. പുതിയ വീട്ടിൽ ബെഡിൻ്റെ കവറൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ചെറിയ ബേബിയല്ല, അപ്പോൾ അവനൊന്ന് വലുതാവട്ടെ എന്നിട്ട് കവറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ബെഡിലാവും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ കവർ എടുക്കാതിരുന്നതാണ്. അപ്പോൾ കവറും കൂടി ഉള്ളതുകൊണ്ട് ബെഡ്ഷീറ്റ് തീരെ നീറ്റായിട്ട് നിൽക്കണില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ കാണിക്കണത്. ഞാനിവിടെ ഡബിൾ സ്റ്റിക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 2 സൈഡിലും ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ. ബെഡ്ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഓരോ കോർണറിലും ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കവർ എടുക്കാത്ത ബെഡിൽ പോലും ഇത് നല്ല പോലെ വർക്കാവുന്നുണ്ട്. അപ്പോൾ കവർ ഇല്ലാത്ത ബെഡിലാണെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ട്രൈ ചെയ്തതാണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റിക്കർ പിന്നെ അതിൽ ഒട്ടി പിടിച്ച് പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വലിച്ചാൽ തന്നെ അത് കിട്ടും, ഒട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ 4 കോർണറിലും ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഇതുപോലെ ബെഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാണ് കേട്ടോ.
4 കോർണറിലും ഡബിൾ സ്റ്റിക്കറിൻ്റെ ഇതുപോലൊരു പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബെഡിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ ബെഡ്ഷീറ്റ് എത്ര വിരിച്ചിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ എത്ര വിരിച്ചിട്ടാലും, എനിക്ക് ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഇത്. എത്ര നന്നായിട്ട് വിരിച്ചിട്ടാലും കുട്ടികളൊന്ന് കയറി കളിച്ചു കഴിഞ്ഞാൽ അത് ആകെ വൃത്തികേടാവും. അപ്പോൾ ഇനി ഇതാ കുട്ടികൾ എത്ര ചാടി കളിച്ചാലും ബെഡ്ഷീറ്റിന് അടിയിൽ നിന്ന് ഊരിപ്പോരില്ല കേട്ടോ. നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ എല്ലാതും നല്ല രീതിയിൽ തന്നെ വിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മുതലേ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെ 4 സൈഡിലും കെട്ടിട്ടിട്ട് വിരിക്കണതാണ് കേട്ടോ. 4 സൈഡിലും ഓരോ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കെട്ട് താഴേക്കാക്കി കൊടുക്കുക. അതിനേക്കാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ട്രിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്